ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മാർവലിൻ്റെ ഈ അടുത്തിറക്കി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന മാർവൽ സോംബീസ് എന്ന് പറയുന്ന സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ അകത്ത് നമുക്ക് ഇക്കാരസും അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മാർവലിൻ്റെ തമ്മിലുള്ളൊരു ഒത്തിരി കാലം നീണ്ടു പോയിട്ടുണ്ടായിരുന്ന ഒരു ഫൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള പവർഫുൾ ബീയിങ് തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു നമുക്കതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഇക്കാരസ് അങ്ങനെ ക്യാപ്റ്റൻ മാർവലിനെ ഒട്ടും വിട്ടുകൊടുക്കാതെ ഇഞ്ചോട് ഇഞ്ച് നിന്ന് ഫൈറ്റ് ചെയ്തതിനുള്ളൊരു റീസൺ, അതിൻ്റെ ഇക്കാറിസിൻ്റെ ഒരു മെയിനായിട്ടുള്ള ആ ഒരു പ്ലാൻ എന്തായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ മാർവൽ DC കണ്ടന്റിന് വേണ്ടി മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ മാർവലിൻ്റെ മെയിൻ യൂണിവേഴ്സിനകത്താണെങ്കിൽ ഈ ഒരു ഇൻഫിനിറ്റി വാറിൻ്റെ അതുപോലെ തന്നെ എൻഡ് ഗെയിമിൻ്റെ ബ്ലിപ്പും ഒക്കെ തന്നെയാണ് ഇറ്റേണൽസ് മൂവിക്ക് വേണ്ടി ഒരു സെറ്റപ്പ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ താനോസ് സ്നാപ്പ് ചെയ്തതിന് ശേഷം 5 വർഷത്തിന് ശേഷം ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും, അതായത് ബ്ലിപ്പായി പോയിട്ടുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ ഒരു സെലസ്റ്റിയൽ അവരുടെ ആ ഒരു എമർജൻസി ബിഗിൻ ചെയ്തതെന്നുള്ളൊരു കാര്യം നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനൊക്കെ ശേഷം തന്നെയാണ് നമ്മുടെ ഇക്കാറിസ് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള ഇറ്റേണൽസുമായിട്ട് റീയൂണൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റോറി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതേസമയം മാർവൽ സോംബി യൂണിവേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സോംബിയുടെ ആ ഒരു വൈറസും കാര്യങ്ങളും തന്നെ ഇൻഫിനിറ്റി വാറിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് സ്പ്രെഡ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിൻ്റെ അകത്താണെങ്കിൽ ആ ഒരു ഇൻഫിനിറ്റി വാറിൻ്റെ ആ ഒരു കണ്ടിട്ടുണ്ടായിരുന്ന ഇവൻറ്റ്സും കാര്യങ്ങളൊന്നും ഇതിൽ നടന്നിട്ടില്ല. അതുപോലെ തന്നെ താനോസ് സ്നാപ്പ് ചെയ്യുകയോ ബ്ലിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു യൂണിവേഴ്സിൽ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഈ യൂണിവേഴ്സിൽ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഇക്കാറിസിൻ്റെ മിഷനും കാര്യങ്ങളും കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിൽ നമ്മുടെ ഇറ്റേണൽസിനാണെങ്കിൽ ആ ഒരു ഏജാക്കിനെ ചീറ്റ് ചെയ്യുകയോ അഥവാ ബാക്കിയുള്ള ഇറ്റേണൽസിലെ ഗ്യാദർ ചെയ്യുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു കോസ്മിക് ലെവൽ പ്ലേഗിന് വേണ്ടിയിട്ട് ഇപ്പോൾ എർത്ത് ഒട്ടും തന്നെ സ്യൂട്ടബിൾ അല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു സോംബി വൈറസ് മൊത്തം സ്പ്രെഡായി എർത്ത് മൊത്തത്തിൽ നശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിൽ ഇക്കാരിസ് ആണെങ്കിൽ നമ്മുടെ അരിഷ എന്ന് പറയുന്ന ആ ഒരു സെലസ്റ്റിയലിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലോയൽ ആയിട്ടുള്ള ഒരു സോൾജിയർ തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് അരിഷത്തിൻ്റെ ആ ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഇതും ഇല്ലാതെ, അതായത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ പാലിക്കേണ്ട ഒരു സോൾജിയറാണ് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ മാർവൽ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നിക് ഫ്യൂരി ആണെങ്കിൽ പ്രോബബ്ലി ഈ ഒരു സോംബി വൈറസിൻ്റെ ഒരു അപ്പോക്ലിപ്സും കാര്യങ്ങളും സ്റ്റാർട്ടായ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒറിജിനൽ ടൈം ലൈനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇൻഫിനിറ്റി വാറിൻ്റെ ആ ഒരു ബ്ലിപ്പും കാര്യങ്ങളും നടക്കുന്ന ആ സമയത്ത് നമ്മുടെ നിക് ഫ്യൂരി ആണെങ്കിൽ ക്യാപ്റ്റൻ മാർവലിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരു ഡിവൈസ് യൂസ് ചെയ്ത് ക്യാപ്റ്റൻ മാർവലിന് ഒരു സിഗ്നൽ അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം രീതിയിൽ തന്നെ ആയിരിക്കും ഇവിടെ നമ്മുടെ നിക് ഫ്യൂരി ഈ ഒരു സോംബി അപ്പോക്ലിപ്സിൻ്റെ തുടക്കം ആയപ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്റ്റൻ മാർവലിന് ഒരു സിഗ്നൽ അയച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിക് ഫ്യൂരിയുടെ ആ ഒരു സിഗ്നൽ കിട്ടിയതിന് ശേഷം ക്യാപ്റ്റൻ മാർവലിന് എർത്തിലേക്ക് വരികയും അവിടെ എർത്തിലേക്ക് വന്നതിന് ശേഷം ക്യാപ്റ്റൻ മാർവൽ മൊത്തത്തിൽ ഒരു സോംബിഫൈഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ ആയിരിക്കും കാണുന്നത്. അതായത് ഈ ഒരു പ്ലേഗിലേക്കായിരിക്കും നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ വന്ന് എത്തിയിട്ടുണ്ടാവുക. അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് തന്നെയാവും നമ്മുടെ ക്യാപ്റ്റൻ മാർവലിന് ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മാർവെൽ പോലത്തുള്ളൊരു ആയിട്ടുള്ളൊരു ബീയിങ് ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പ്രശ്നമാവും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ മാർവൽ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ലൈക്ക് ക്യാപ്റ്റൻ മാർവലിന് പറക്കാൻ പറ്റും. അതായത് സ്പേസിലൊക്കെ ഒരു ഓക്സിജൻ്റെ ഒരു സ്യൂട്ടോ കാര്യങ്ങളോ ഒന്നും ഇടാതെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മാർവലിന് പോവാം. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ നമ്മുടെ അരിശം എന്ന് പറയുന്ന ഒരു സെലസ്റ്റിയലിനും ബാധിക്കും എന്നുള്ളൊരു കാര്യം അരിശത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അരിശത്തിൻ്റെ ഒരു ഡയറക്റ്റ് ഓർഡർ തന്നെയായിരിക്കും ഇക്കാരിസിന് കിട്ടിയിട്ടുണ്ടാവുക. അതായത് ക്യാപ്റ്റൻ മാർവലിന് എന്തൊക്കെ സംഭവിച്ചാലും വേണ്ടില്ല, നീ ക്യാപ്റ്റൻ മാർവലിനെ എങ്ങനെയെങ്കിലും തടയണം എന്നുള്ളൊരു കാര്യം പറഞ്ഞ് നമ്മുടെ ഇക്കാരിസിനെ അരിശം എന്ന് പറയുന്ന സെലസ്റ്റിയലാവും എർത്തിലേക്ക് അയച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ഇക്കാരിസ് ഒട്ടും ബാക്ക് ചെയ്യാതെ ക്യാപ്റ്റൻ മാർവലിനെ ഫൈറ്റ് ചെയ്തതെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവർ രണ്ടുപേരും കോസ്മിക് ലെവൽ ബീയിങ്സ് ആയതുകൊണ്ട് തന്നെയാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിന് ഒരു പേരും കിട്ടിയിട്ടുണ്ട്. വാലി ഓഫ് ദ ഫോളൻ ഗോഡ്സ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഈ രണ്ട് പവർഫുള്ളായിട്ട് കോസ്മിക് ലെവൽ ബീയിങ്സ് തമ്മിൽ ഫൈറ്റ് ഇതുവരെയായിട്ട് എൻഡ് ആവാതെ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെയാവും ഈ ഒരു പേര് കിട്ടിയിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് നമുക്കിപ്പം വിശ്വസിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ 5 വർഷം ഇതേപോലെ നിർത്താതെ ഫൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുമ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇക്കാരിസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇക്കാരിസ് ഇവിടെ ആ ഒരു ഇറ്റേണൽസ് മൂവിക്കകത്ത് കണ്ട പോലെ വേറെ ആരെയും അതായത് ചീറ്റ് ചെയ്യുന്നില്ല. അഥവാ
ഇറ്റേണൽസ് മൂവിയുടെ കൂട്ട് ഒരു ട്രൈറ്റർ ആവുന്നില്ല ഈ ഒരു യൂണിവേഴ്സിൻ്റെ അകത്ത്. അതിൻ്റെ പകരം ഒരു പക്ക അഴിച്ചത്തിൻ്റെ ഒരു ഓർഡർ പാലിക്കാനായിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സോൾജിയർ തന്നെയാണ് ഇക്കാരിസ് എന്ന് ഈ ഒരു യൂണിവേഴ്സിലെ സ്റ്റോറി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മളിവിടെ നോക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇക്കാരിസ് ആണെങ്കിൽ ഈ ക്യാപ്റ്റൻ മാർവലിനെ വലിയൊരു പവർഫുള്ളായിട്ട് കുറച്ചുകൂടെ പവർഫുൾ ആവുന്നതിൽ നിന്ന് തടയുകയാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം ഈ സോംബിഫൈഡ് വെർഷൻ ആയിട്ടുള്ള ക്യാപ്റ്റൻ മാർവൽ ആയതുകൊണ്ട് ആ ഒരു ക്യാപ്റ്റൻ മാർവലിൻ്റെ ഫുള്ള് പവറും കാര്യങ്ങളും ഒക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൊരു കാര്യം ഈ ഒരു സോംബിഫൈഡ് വെർഷൻസ് പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് അതായത് ആ ഒരു ക്യാപ്റ്റൻ മാർവലിൻ്റെ പവേഴ്സും കാര്യങ്ങളും ഒക്കെ പഠിച്ചെടുക്കുന്നതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നതും കൂടിയാവും നമ്മുടെ ഇക്കാരിസ് ഇവിടെ. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു സീരീസിൻ്റെ അകത്ത് തന്നെ ഈ ഹോക്കായുടെ സോംബിഫൈഡ് വെർഷൻ തന്നെ ഞാൻ കഴിഞ്ഞ എക്സ്പ്ലനേഷൻ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ട്രിക്ക് ഷോട്ടും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു സോംബിഫൈഡ് വെർഷൻ ആയിട്ടുള്ള ഈ ഒരു സൂപ്പർ ഹീറോസ് പഠിച്ചു വരുന്നുണ്ട്. അവരുടെ മൈൻഡ് ഡെവലപ്പായിട്ട് അവർക്ക് ആ ഒരു പഴയ അവരുടെ ആ ഒരു ട്രിക്കും കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ആ സൂപ്പർ പവേഴ്സും കാര്യങ്ങളും ഒക്കെ അവർ പഠിച്ചിട്ട് മൈൻഡ് ഡെവലപ്പാക്കി യൂസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. അതിന് മറ്റൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ താനോസ് തന്നെയാണ്. താനോസ് ഇൻഫിനിറ്റി സ്റ്റോൺസിൻ്റെ ആ പവറും കാര്യങ്ങളും ഒക്കെ പഠിച്ചു വരുന്നതിൻ്റെ കുറച്ച് സീനും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ചുരുക്കത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു എൻറ്റയർ യൂണിവേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഇക്കാരിസ് ഇവിടെ പാടുപെട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഞാൻ കണ്ടെത്തിയതിൽ വെച്ച് കുറച്ച് റീസൺസ് നമ്മുടെ ഇക്കാരിസ് ഇതുപോലെ നിർത്താതെ സ്റ്റോപ്പ് ചെയ്യാതെ നമ്മുടെ ക്യാപ്റ്റൻ മാർവലുമായിട്ട് 5 വർഷം കൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വാട്ട് ഇഫിൻ്റെ മാർവൽ സോംബീസ് എൻ്റെ സീരീസിൻ്റെ ഒരു ഫുൾ എക്സ്പ്ലനേഷൻ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതും മറക്കാതെ നിന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.